ഹലോ, ഇന്നൊരു ഇലയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചെറുപയർ, തേങ്ങ, ശർക്കര ഉരുക്കിയത്, വറുത്ത അരിമാവ്, ഏലക്കയാണ്. ആദ്യം അതിനായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് മാവിന് 1.5 കപ്പ് കണക്കിൽ വെള്ളം എടുത്ത് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിൽ കുറച്ച് ഉപ്പും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത അരിമാവും കൂടെ ഇട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇലയപ്പത്തിൽ വെക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഒരു പാത്രത്തിലോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ നേരത്തെ എളുപ്പത്തിന് വേണ്ടി ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലോട്ട് ചെറുപയർ വറുത്ത് പൊടിച്ചത്, ആവശ്യത്തിന് തേങ്ങ, നമ്മളിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഏലക്ക പൊടിച്ചത്, ഒരു 4-5 ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ശർക്കരപ്പാനി ഒന്ന് കുറുകി ഡ്രൈ ആയി വരുമ്പോഴേക്കും നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു ഉള്ള മാവ് വെച്ച് ഇതുപോലെ ഇലയിൽ മാവ് ഇങ്ങനെ നന്നായിട്ട് പരത്തി കൊടുക്കാം. നമ്മൾ വെള്ളം തൊട്ട് പരത്തി കൊടുത്താൽ മാവ് കയ്യിൽ ഒട്ടാതിരിക്കും. നല്ലോണം ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ്സ് കുറച്ചെടുത്ത് ഇതുപോലെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം 2 സൈഡിൽ നിന്ന് മടക്കി പ്രസ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇല മുഴുവൻ ഇങ്ങനെ ആക്കിയെടുക്കണം. മുഴുവനും ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഇഡലിപ്പാത്രം ഇങ്ങനെ റെഡിയാക്കി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ഇലയപ്പവും ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 1/2-3/4 മണിക്കൂർ നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫില്ലിങ് വെച്ച് ചെയ്യുന്ന ഇലയപ്പം നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.